ഹലോ, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ഏലക്ക ഇടണം, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, വലിയ കഷ്ണം വേണ്ട, ചെറിയ കഷ്ണം മതി. നമ്മൾ പിന്നെ ഇതിൽ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 10 സെക്കൻഡ് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിലിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു വലിയ സവാള അതിലേക്ക് ഹാഫ് സ്ലൈസ് ആയിട്ട് ആഡ് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളക് നടുവേ കീറിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാൻ കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട, പക്ഷെ നന്നായി വാടി കിട്ടണം. സവാള നന്നായി വാടിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഒരു 4-5 ബീൻസുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവറൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് വെജിറ്റബിൾസ് അരിയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നിങ്ങൾക്ക് വെജിറ്റബിൾസ് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇഷ്ടമെങ്കിൽ അതിലേക്ക് 2 പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ച് ഈ സമയം നിങ്ങൾക്ക് കുക്കറിനകത്തിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. 2 പാൽ ഒഴിച്ച് വേണമെങ്കിൽ നിങ്ങൾക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ 2 പാൽ ഒഴിക്കുന്നില്ല, സാധാ ചൂടുവെള്ളമാണ് ഞാൻ എടുക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളം ഒരു 1.5 കപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ഒരു 70-80% വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1 പാൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 250 ഗ്രാം മിൽക്ക് പൗഡറിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിമ്മിലായിരിക്കണം എപ്പോഴും ഫ്ലെയിം ഇരിക്കുന്നത്. മാത്രമല്ല ചെറുതായി ഒന്ന് ചൂടാകാൻ മാത്രമേ പാടുള്ളൂ. തിള വരുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ കറിയുടെ ഗ്രേവി കുറച്ചും കൂടെ തിക്ക് ആൻഡ് റിച്ച് ആവണം എന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് അരച്ച് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയുമായിട്ട് കാണാമേ. അപ്പോൾ ശരി, ബൈ.